ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് മൂകാംബിക വ്ളോഗിൻ്റെ ഫൈനൽ പാർട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു ദിവസത്തിന് നമ്മൾ ഉടുപ്പി അമ്പലത്തിലോട്ടും പോകുന്നുണ്ട്, മുരുടേശ്വരത്തിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഇച്ചിരി ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി. പിന്നെ ഫുഡിന് ശേഷം വേണം മുരുടേശ്വരം പോകാൻ, അതിന് ശേഷമാണ് ഉടുപ്പി, അതിന് ശേഷം നേരെ വീട്ടിലോട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വന്നതുപോലെ തന്നെ തിരിച്ചു പോകുമ്പോഴും ട്രാവലായിരുന്നു എടുത്തത്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇരിക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി ഫുഡും കഴിച്ച് പിന്നെ കുറച്ച് പാട്ടൊക്കെ വെച്ച് ഡിസ്കോ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡാൻസ് ഫുൾ വൈബിലായിരുന്നു ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു കണ്ടത്. പിന്നെ കുറച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്ത് ഇച്ചിരി നേരം കഴിയുമ്പോഴേക്കും ഉച്ചയായി. അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തി. അപ്പോഴേക്കും കുഞ്ഞാച്ചി ഇച്ചിരി ചെറിയൊരു വള്ളിയായിട്ട് വന്നു ഗൈസ്. ചെറിയൊരു മെനുവിൽ ചെറിയ നെയ്മാണെങ്കിൽ വലിയ ദോശ തന്നെ കുഞ്ഞാത്തി എങ്ങനെയൊക്കെ കഴിച്ചു തീർത്തു. അതിനുശേഷം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുരുടേശ്വരം എത്തി. ശ്രദ്ധയുണ്ടായിരുന്നു, അവിടെ നല്ല രസമായിരുന്നു. കണ്ടോ, ആ വലിയ ശിവൻ ബാക്കിലായിരുന്നു. പിന്നെ ഞങ്ങൾ എത്തിയത് ഒരു ഉച്ച ഒക്കെ ആകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്, അതും ചെരുപ്പില്ലാതെ ഗൈസ് കാലൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പുറത്തൊരു ഇപ്പം കണ്ടില്ല, ഒരു പുറത്തൊരു ക്ഷേത്രം പോലെ. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഗൈസ് ഈ ഒരു ബീച്ച്. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുകയായിരുന്നു. നിറയെ ദൂരം ഉണ്ടായതുകൊണ്ട് സ്റ്റെപ്പൊക്കെ കയറി പോയി. അങ്ങനെ ഇതാണ് അമ്പലത്തിനുള്ളിൽ. ഇനി ആ ശിവൻ്റെ അടുത്ത് പോകണമെങ്കിൽ ഇച്ചിരി ദൂരമുണ്ട്. അപ്പം അവിടേക്കാണ് നമ്മൾ ഇനി അടുത്തത് പോകാൻ പോണത്. അപ്പോൾ എല്ലാം പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പായിട്ട് ഞങ്ങൾ ഓടി പെട്ടെന്ന് കയറിയതെങ്കിൽ നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഒന്നാമത് ഉച്ച തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് മറ്റേ ഓരോരോ ശിവൻ്റെ ഓരോരോ കഥകൾ. ഈ മുരുടേശ്വരം അമ്പലത്തിലത്തെ ദൈവത്തിൻ്റെയും കഥയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ നടന്ന് ആസ്വദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും അറിയണ്ടായിരുന്നില്ല അതൊക്കെ എന്തായിരുന്നു. പക്ഷേ കിങ്ങണമേമ്മയും പപ്പയും അമ്മയും കൂടി ഇങ്ങനെ പറഞ്ഞ് പോണതുകൊണ്ട് ഇച്ചിരിയൊക്കെ മനസ്സിലായി. അപ്പോൾ അതിനുശേഷം അവിടെ തന്നെയായിരുന്നു അന്നദാനം, ഉച്ചക്കത്തെ എന്തൊക്കെയോ പ്രസാദവും പായസമായിരുന്നു അവർ സെർവ് ചെയ്യണത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഉടുപ്പി സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്പോഴാണ് അത് കഴിഞ്ഞിട്ടാണ് നമുക്കിനി ഉടുപ്പി അമ്പലത്തിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഓട്ടോ പിടിച്ച് ഞങ്ങൾ ഉടുപ്പി അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇപ്പം ചൂട് ഇച്ചിരി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മണി 5 മണിയൊക്കെ ആയിരുന്നു ഞങ്ങൾ അവിടെ എത്തുമ്പോൾ. അപ്പോൾ അവിടെ കയറി ഗൈസ്. അപ്പോൾ കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. അതെന്തിനാണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. തിരക്ക് വരുമ്പോൾ അത് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂട്ടി കൊണ്ടുവരും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടാവുക. കുഞ്ഞാറ്റി അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓടി ആയിരുന്നു ഗൈസ് കയറുന്നത്. പിന്നെ ഞങ്ങൾക്ക് അവിടുത്തെ ഈ ഒരു കാര്യം മനസ്സിലായില്ല. കുറേ ബാർഗൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിരിക്കണം. അതെന്താണെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പപ്പയുടെ മമ്മയോട് ചോദിച്ചു. പപ്പയ്ക്കും മമ്മയ്ക്കും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഉടുപ്പി ഒരു കൃഷ്ണൻ്റെ അമ്പലം ആയതുകൊണ്ട് തന്നെ കുറേ പശുക്കളുണ്ട്. കൃഷ്ണനെ ഇഷ്ടപ്പെട്ട ഒരു നല്ല വലിയ കാളയുണ്ടായിരുന്നു. അതിനുശേഷം അവിടുത്തെ കുറച്ച് പ്രസാദമൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇപ്പോൾ ഏകദേശം ഒരു 7 മണി 8 മണി ആയി കാണും. അപ്പോൾ ഞങ്ങൾ അവിടെ തിരിച്ച് ഞങ്ങൾ ബസ്സിലായിരുന്നു ഞങ്ങൾ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയത്. ഉറങ്ങിയിട്ടായിരുന്നു ഞങ്ങൾ അവിടെ മൊത്തം എത്തിയത്. ഇവിടെയൊക്കെ ഞങ്ങൾ ഉറങ്ങിയിട്ടായിരുന്നു. ട്രെയിന് വൈകിട്ടായിരുന്നു വന്നത്. 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴാണ് വന്നത്. അപ്പോൾ സമയം കളയാൻ വേണ്ടി ഞങ്ങൾ ഇച്ചിരി ലൂഡോ കളിച്ച് രസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൂഡോയും കഴിഞ്ഞു. പിന്നെയും ബോറടി തുടങ്ങിയപ്പോൾ ഇച്ചിരി ഓടിയും അങ്ങനെയൊക്കെ കളിച്ച് ഇച്ചിരി സമയം കളഞ്ഞു. അപ്പോൾ ട്രെയിൻ എത്തി. പിന്നെ ഞങ്ങൾ കയറി ഉറങ്ങിയിട്ട് ഞങ്ങൾ അപ്പോഴേക്കും ഷൊർണൂർ എത്തി. അപ്പോഴേക്കും ആ അച്ഛനും അമ്മമ്മയും ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങൾ പിന്നെ ഇറങ്ങി യൂബർ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, മൂകാംബികയുടെ ഫുൾ പാട്ടും ഈ ഒരു വ്ളോഗോടെ അവസാനിക്കുകയാണ്. ബൈ.